ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു, കോർപ്പറേറ്റ് ലോയർ. ഇന്ന് നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ വശങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുഖ്യ മൂല്യം ട്രാവൽ ഏജൻസികൾ, ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികൾ, അതുപോലെ തന്നെ ചെറുതായിട്ടാണ് ചിലപ്പോൾ മിക്കപ്പോൾ ട്രാവൽ ഏജൻസികൾ തന്നെയായിരിക്കും ചെറിയ ചെറിയ ടൂർ ഓപ്പറേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ടാക്സി സർവീസുകൾ, ഇതെല്ലാം നമ്മുടെ സിറ്റികളിലെല്ലാം തന്നെ ഇന്ന് ധാരാളമായിട്ടുണ്ട്. ഇത് നടത്തുന്നത് പലപ്പോഴും ആവശ്യമായ ലൈസൻസുകളോ പെർമിഷനുകളോ ഒന്നും വാങ്ങിക്കാതെ. ഇത് ഈ അടുത്ത കാലത്തായിട്ട് ഉപഭോക്തൃ കോടതികളിൽ നിന്ന്, കൺസ്യൂമർ കോടതിയിൽ നിന്ന് കടമാനം വിധികൾ വന്നിട്ടുണ്ട്. ഇത് ചില സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ലൈബിലിറ്റി ഈ ടൂർ പാക്കേജ് നടത്തുന്ന വ്യക്തികൾക്ക് വന്നുവിടാറുണ്ട്. ഇതിനെല്ലാം കാരണം ആവശ്യമായിട്ടുള്ള ലീഗൽ കോംപ്ലയൻസ് നടത്തിയിട്ടില്ല എന്നുള്ളത്. ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി, അതുമല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ടാക്സി ഓപ്പറേറ്റിംഗ് സർവീസ്, ഇത് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ തോതിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് അവർ കിടക്കണം. അവർക്കൊരു ബിസിനസ് രജിസ്ട്രേഷൻ വേണം. ഈ ബിസിനസ് രജിസ്ട്രേഷൻ വേണം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നടത്താം. പിന്നെ എന്താ വെച്ചാൽ എന്തെങ്കിലും ബാധ്യത നിങ്ങളുടെ തലയിലേക്ക് വന്നാൽ അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് പ്രോപ്പർട്ടിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഒന്നെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് വളരെ ചെറിയ പൈസയ്ക്ക് 3000 4000 നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ബിസിനസ് കൂടുമ്പോൾ നിങ്ങൾക്ക് അത് LLP ആക്കി മാറ്റാം. അതുപോലെ തന്നെ അതേ സംഗതി തന്നെ പിന്നീട് നമ്മുടെ ബിസിനസ് ഒരു പ്രത്യേക ടാർഗറ്റ് എത്തിക്കഴിയുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റാം. അപ്പൊ അങ്ങനെ ബിസിനസ് രജിസ്ട്രേഷൻ നമുക്ക് വേണം. നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സ്വയം പ്രൊട്ടക്റ്റഡ് ആവണം. മറ്റുള്ള ചെറിയ മറ്റുള്ള വഞ്ചിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് മനസ്സോടുകൂടിയല്ല, മറിച്ച് നല്ല മനസ്സോടുകൂടി. കാരണം ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പലിശരഹിത വായ്പയായിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു സബ്സിഡി ആണെങ്കിൽ കിട്ടുന്നതെല്ലാം കോർപ്പറേറ്റ് സ്വഭാവമുള്ള എൻറ്റിറ്റികൾക്കാണ്. അതായത് പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെയാണ്. അപ്പൊ കൂടുതലായിട്ട് കിട്ടുന്നത് LLP, പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നത് MSB സെഗ്മെന്റിലേക്ക് വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് നമ്മുടെ ബിസിനസ് രജിസ്ട്രേഷൻ, രണ്ടാമത് നമ്മൾ സാധ്യതയുള്ള ലൈസൻസുകളും പെർമിഷനുകളും. നമുക്ക് ടൂറിസം ലൈസൻസ്, ഈ ബിസിനസ് ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ലൈസൻസ് ആവശ്യമുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് ആവശ്യമുണ്ട്. അങ്ങനെ പല പെർമിഷനുകൾ ആവശ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വടക്കേണ്ടി നിങ്ങളുടെ ടൂറിസ്റ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ടൂറിസ്റ്റ് വരുമ്പോൾ അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരളയെക്കാൾ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് അപ്രൂവ്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പണ്ട് കാര്യങ്ങളുടെ കാര്യമായിട്ട് നോക്കിയിരുന്നില്ല. ഇന്ന് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, ഇവരുടെ ലൈസൻസ് ഉള്ളതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് സാധ്യതയുള്ള ലൈസൻസുകളും അതുപോലെ തന്നെ പെർമിഷൻ, ആവശ്യമായുള്ള പെർമിഷനുകൾ നമ്മൾ വാങ്ങിയിരിക്കണം. GST രജിസ്ട്രേഷൻ്റെ ആയിരിക്കണം. 3, നമ്മളിപ്പോൾ ടൂർ പാക്കേജ് ചെയ്യുമ്പോൾ ആവശ്യമായ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഇൻഷുറൻസ്, ഏത് രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്, ആ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് കേസ് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അത് കൃത്യമായിട്ട് അവർ ബോധ്യപ്പെടുത്തിയിരിക്കണം നിങ്ങളുടെ പാക്കേജിന് മുന്നേ. ഇതെല്ലാത്തിനും അപ്പുറത്ത് സാധ്യതയുള്ള കരാറുകൾ, അതായത് നിയമപരമായിട്ടുള്ള കരാറുകൾ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരു ടൂർ പാക്കേജ് പോവുകയാണ്, ഇപ്പം യൂറോപ്പിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഡൽഹിയിലേക്കാണ് പോകുന്നത്, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് കൃത്യമായ കരാർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിയമപരമായ നിയമസാധ്യതയുള്ള, അതായത് നിലവിൽ നിലനിൽക്കുന്ന, അതായത് ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവര് കൊടുക്കാവുന്ന സർവീസുകളും അവർക്ക് ചെയ്യാവുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരാറുകൾ. അതുപോലെ തന്നെ റീഫണ്ട് പോളിസി, ക്യാൻസലേഷൻ റീഫണ്ടിങ് പോളിസി, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം വലിയൊരു കാര്യം ഇതിന് പിന്നിലുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി ഒരുമിച്ചാണ് നമ്മൾ ലീഗൽ കോംപ്ലയൻസ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് നോക്കേണ്ട വ്യക്തികൾ കോർപ്പറേറ്റ് ലോയേഴ്സ് ആണ്, ബിസിനസ് കൺസൾട്ടന്റ് അല്ല. ആരാണ് കോർപ്പറേറ്റ് ലോയേഴ്സ്? അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് വെച്ചാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പുതിയ കോടതി വിധികളും ഗവൺമെന്റിന്റെ പുതിയ വ്യവസായ നയങ്ങളും ബിസിനസ് സംബന്ധമായ പുതിയ തീരുമാനങ്ങളും കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ സമീപത്തുള്ള കോർപ്പറേറ്റ് ലോയറെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന എഗ്രിമെന്റുകളിലും അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാവും, ഈ ടച്ച് ഉണ്ടാവും.
ഇപ്പൊ കമ്പനി രജിസ്ട്രേഷൻ, നമ്മളിപ്പം ബിസിനസ് രജിസ്ട്രേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ്. ഈ പാർട്ണർഷിപ്പ് ഒരു എഗ്രിമെന്റിന്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആരാ എഴുതണ്ടേ? ചാർട്ടേഡ് അക്കൗണ്ടാണ് എഴുതണ്ടേ? അല്ല, ഒരു വക്കീലാണ് എഴുതണ്ടേ? ഈ സമീപകാലത്തുണ്ടായ കോടതി വിധികളെയും ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്, എന്താണ് എന്ന് എഴുതേണ്ടത് കൃത്യമായിട്ട് എഴുതേണ്ടത് യാതൊരു സംശയവും വേണ്ട ഒരു കോർപ്പറേറ്റ് രംഗത്ത് കഴിവുള്ള ഒരു വക്കീൽ തന്നെയാണ്, അഡ്വക്കേറ്റ് തന്നെയാണ്. ഈ കേസുകളെല്ലാം പരിസമാപ്തിയായിട്ട് എത്തുന്ന ഹൈക്കോടതി അവിടെ ആരാധന ചെയ്യുന്നത് ഈ വക്കീലന്മാർ തന്നെയാണ് ഈ കേസ് വാദിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കേസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ, നമ്മുടെ നാട്ടിൽ കണ്ടമാനം ട്രാവൽ ഏജൻസികൾ, ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികൾ, ടൂറിസ്റ്റ് ടാക്സി ഓപ്പറേറ്റേഴ്സ്, ഇവരെല്ലാം ഉണ്ട്. റെന്റ് പിന്നെ കൊടുക്കുന്ന വ്യക്തികൾ. അപ്പൊ ഈ വ്യക്തികളെല്ലാം ചെയ്യേണ്ട ഒരു വ്യക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലീഗൽ കോംപ്ലയൻസ് കറക്റ്റ് ആക്കുക, നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗുരുതരമായ ബുദ്ധിമുട്ടുകളിലേക്കും സാമ്പത്തിക ലൈബിലിറ്റിയിലേക്ക് ഒന്നും പോയില്ല. കടമാന കോടതി വിധികളും കാര്യങ്ങളും നിങ്ങൾ തേടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനെ പറ്റി ബോധവൽക്കരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇതിന്റെ അകത്ത് കോർപ്പറേറ്റ് ലോയർ എന്റെ അടുത്തേക്ക് നിങ്ങൾ എല്ലാവരും കൂടി വരണം, മറിച്ച് നിങ്ങളുടെ സമീപത്തോടെ എഫിഷ്യന്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ലോയർ നിങ്ങൾക്ക് സമീപിക്കാം. എന്റെ അടുത്ത് വരുന്നതിനും. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ആൻഡ് ടൂറിസ്റ്റിൽ കടമാന പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം നമ്മുടെ മലയാളികൾ ഇപ്പൊ ഡൽഹി ചെന്നാല് ഏത് സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം ടൂർ ഓപ്പറേറ്റർമാരായിട്ട് ചെറുതായി ട്രാവൽ ഏജൻസി ഇരിക്കുന്നതിന് വലിയൊരു പങ്കം മലയാളികൾ. അവർ കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനുള്ളിൽ 4 or 5 കാശ്മീരിൽ സ്റ്റേ ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആളുണ്ട്. അവർ കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകൾ കൊണ്ടു, ഇവരുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല അവർ ചെയ്യുന്നത്, മലയാളികളാണ്. അവർ തമിഴ്നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ അവിടെ ബാംഗ്ലൂരിലുള്ള മലയാളി കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. അതായത് ടൂർ ഓപ്പറേറ്റർ, ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി ഓപ്പറേഷനൊക്കെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. ബിസിനസ്സിന് സാധ്യതകൾ ഒത്തിരിയാണ്. വളരെ ചെറിയ പൈസയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെറുതായിട്ടൊരു എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി, ഈ ഫീൽഡിലുള്ളവർക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ദ ടൈം ബീങ്, ഗുഡ് ബൈ.